കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത തിരൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ നിലയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ചയിലേറെയായിട്ടും കെട്ടിടത്തിൽ ഒരു വിഭാഗം പോലും പ്രവർത്തനം ആരംഭിച്ചില്ല. എങ്കിലും ജീവനക്കാർ ഓണത്തിന് പൂക്കളം തീർത്തത് കെട്ടിടത്തിൽ. ആഗസ്റ്റ് 12-ന് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് 9 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. 4 നിലകളിലായി വിവിധ വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കെട്ടിടത്തിന്റെ സമർപ്പണം. ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഉത്സവച്ചായയിലായിരുന്നു ആശുപത്രിയുടെ ഉദ്ഘാടനം. ജില്ലാ പഞ്ചായത്തിന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടി ആശുപത്രി പരിസരത്ത് സ്ഥാപിച്ച പരസ്യ ബോർഡ് ജനങ്ങളെ നോക്കി ഇളിച്ചുകാട്ടി ഇവിടെ തുടരുന്നുണ്ട്. നബാർഡിന്റെ 33.7 കോടിയും ജില്ലാ പഞ്ചായത്തിന്റെ 7 കോടി രൂപയും ഉപയോഗിച്ചാണ് 9 നില കെട്ടിടം നിർമ്മിച്ചത്. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ക്യാൻസർ ICU, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള വാർഡുകൾ എന്നിങ്ങനെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉതകുന്ന വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കെട്ടിടം. ഈ വർഷം +2 കംപ്ലീറ്റ് ആക്കിയവരാണോ? കോഴ്സും കോളേജും നോക്കി മടുത്തോ? എങ്കിൽ മൗലാന ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം. ഓങ്കോളജി വിഭാഗം, ദന്തരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, ഫിസിയോതെറാപ്പി യൂണിറ്റ്, ചർമ്മരോഗം OP, ENT OP, PMR OP എന്നിവ ഇവിടെ പ്രവർത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ രണ്ടാഴ്ചയിലേറെയായിട്ടും ഒരു വിഭാഗം പോലും പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചിട്ടില്ല. ഉദ്ഘാടന ദിവസം OPകൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന കസേരകളെല്ലാം ഉദ്ഘാടനത്തിന് പിന്നാലെ അടുക്കിയിട്ട നിലയിലാണ്. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച മാമോഗ്രാം വിഭാഗം പോലും നോക്കുകുത്തിയായി കിടക്കുകയാണ്. ഉദ്ഘാടനത്തിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ എല്ലാ വിഭാഗങ്ങളും ഇവിടെ ആരംഭിക്കും എന്ന നിലയിലായിരുന്നു പ്രഖ്യാപനങ്ങൾ. വർഷങ്ങളോളം നോക്കുകുത്തിയായി കിടന്നിരുന്ന കെട്ടിടം ഭാഗികമായി ആരംഭിക്കുന്നത് പോലും ജില്ലാ ആശുപത്രിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഓങ്കോളജി ബ്ലോക്ക് എന്ന് പ്രഖ്യാപിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടന വേളയിൽ ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിട സമുച്ചയം എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച വിവാദങ്ങൾ നിലനിൽക്കെയാണ് ആരോഗ്യമന്ത്രിയെ കൊണ്ടുവന്ന് നാടിന് സമർപ്പിച്ച കെട്ടിടം നോക്കുകുത്തിയായി തുടരുന്നത്. ലൈസൻസ് നടപടികൾ പൂർത്തിയായത് കഴിഞ്ഞ ദിവസമായതിനാൽ മാമോഗ്രാം യൂണിറ്റ് 2 ദിവസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ജില്ലാ ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നത്. ദന്തരോഗ വിഭാഗം വൈകാതെയും മറ്റ് വിഭാഗങ്ങൾ ഘട്ടങ്ങളായും ഇവിടെ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. എഡിറ്റർ ലൈവ്, തിരൂർ. ഈ വർഷം +2 കംപ്ലീറ്റ് ആക്കിയവരാണോ? കോഴ്സും കോളേജും നോക്കി മടുത്തോ? എങ്കിൽ മൗലാന ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം. BSc മാത്തമാറ്റിക്സ്, BSc സൈക്കോളജി, BSc കമ്പ്യൂട്ടർ സയൻസ്, BA English Language and Literature, BA Sociology, BA Political Science, BA Economics, BA Travel and Tourism Management, BCom Finance, BCom Corporation, BCom Travel and Tourism, BCom Computer Application, AICTE അംഗീകാരമുള്ള BBA, BCA കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ MA English, MCom എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത്. അഡ്വാൻസ്ഡ് ലാബുകൾ, എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു. മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും. അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ 9188270288.